ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എന്റെ പേരിലും പ്രവീൺ മച്ചാന്റെ പേരിലും കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോ കോമഡിയുടെ എന്താ പറയാ ഒരു സദ്യയാണ് ഇവിടെ അല്ലെ? അതെ. അപ്പോ ഞാനും പ്രവീൺ മച്ചാനും ഇന്ന് ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അതെ, കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും ഹാസ്യപരമായിട്ടുള്ള നല്ല സ്കിറ്റുകൾ കണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എന്താ പറയാ വളരെ നല്ലൊരു ഫ്ലോറാണ് അല്ലെ? അതെ. അപ്പൊ ഈ ഒരു ഫ്ലോറിലെ ഇന്നത്തെ പ്രോഗ്രാമിന് ഞങ്ങളും ഉണ്ട് കൂടെ. അപ്പോ എന്തായാലും നമ്മുടെ തലവിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്വേത മേനോൻ, പിന്നെ ദേ നമ്മുടെ സ്വന്തം നോബി ചേട്ടൻ, ആലീസ്, നമ്മുടെ സ്വന്തം ശ്രീവിദ്യ, പിന്നെ നമ്മുടെ കുഞ്ഞാക്കി. ക്രിസ്മസ് ഇങ്ങോട്ട് വന്നെത്തി. അപ്പോ ഇന്നത്തെ നമ്മുടെ നാട്ടുകൂട്ടം അതിഥികൾ കുറച്ച് സ്പെഷ്യൽ ആണ്. നമ്മുടെ സ്വന്തം മലപ്പുറത്തെ കുറച്ച് ചേച്ചിമാരാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, എന്തിനാണ് ചേച്ചിമാര് വന്നെന്ന് ചോദിച്ചാ ഇന്ന് നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കി തരാൻ പോവാണ്. അല്ലേ 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 അല്ലല്ലേ അല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഒന്ന് ലിപ്സ്റ്റിക്ക് മാറാൻ പോയപ്പോ ഇവിടെ എന്നെ ബഹളമൊക്കെ. അല്ല, ഫ്ലോർ ഒന്ന് കണ്ടപ്പോ ഇപ്പൊ അളിയൻ അതെ പറയണ്ടേ ഞാൻ വന്നപ്പോ? കൊണ്ടുവന്നാണ്. ആന്നേ, ഞാൻ താഴെ പോലേക്കുമ്പോ ഭയങ്കര ഓളം. ഇവിടെ ഞാൻ തൊണ്ട കീറി ഇവിടെ വെൽക്കം പറഞ്ഞ ഒറ്റ കൈ അടിക്കാത്ത ഇന്ന് വൺ ഓൺ. നീ എന്തിനു വന്നേ? അല്ല, കളർഫുൾ ആക്കാൻ വേണ്ടി ഒരു കളർ വന്ന കിസ്മിസ് ആയിട്ട് കൂട്ടിയാ മതി. ഇപ്പൊ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ആയിട്ട് എന്നെ കൂട്ടിയാ മതി. അല്ല, ഈ ടെക്കീസ് ആയാൽ മാത്രം മതിയോ? അവരൊരു ആങ്കർ ആയിട്ട് നന്നായിട്ട് ചെയ്യില്ലേ? ചേച്ചി പ്ലീസ്, സൂപ്പർ ആയിട്ടാ ചെയ്യുന്നത്. എന്തെങ്കിലും ഒഴിവുണ്ടായിരുന്നോ ഇവിടെ? ഒഴിവില്ല ഇവിടെ. സംസാരിക്കാം അല്ലേ? സംസാരിക്കാം. അതെ, ഇവിടെ ഇത് റിട്ടേൺ ആവാൻ വേണ്ടി അതുകൊണ്ട് ഒഴിവുണ്ട്. അല്ല, ഇവർക്ക് നമ്മൾ ഓൾറെഡി അമൃത TV നടത്തിയ മറ്റേ ഡിജിറ്റൽ മീഡിയ അവാർഡ് 2025 ബെസ്റ്റ് ടെക്കി പോപ്പുലർ അവാർഡ് കൊടുത്തു. ഇതെല്ലാം കിട്ടിയതിനു ശേഷം വീണ്ടും നിങ്ങൾ ഇവിടെ പോവാണ്ട് ഇവിടെ നിൽക്കുന്നതിന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രൊമോഷൻ കൊടുത്ത ആങ്കർ ആയിട്ട്. അല്ല, നോബി ചേട്ടനൊന്ന് വിളിച്ചായിരുന്നേ. ഒരാൾ ഇവിടെ നിന്ന് തട്ടാനുണ്ട്, നീ വന്നോടെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ പറയില്ല. പക്ഷെ ഷോക്കൊന്നും നമുക്ക് വേറെ സംഭവമുണ്ട്. നമുക്ക് ജിയോ എന്തെങ്കിലും ഒരു പരീക്ഷണം നമുക്ക് അതിൽ വിജയിപ്പിക്കാം. തീർച്ചയായും ആ പരീക്ഷണത്തോടുകൂടി എല്ലാം തീരണം. അത് പറ്റിയൊരു ഒരു സാധാരണ കുഞ്ഞ് എലികളെയാണല്ലോ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു എലിയാണ്. എന്റെ പേരിൽ ഒരു എലി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പരീക്ഷണ വസ്തുവാണ് ഞാൻ എന്നുള്ളത്? എന്റെ കെട്ടിയുള്ള വീട്ടിൽ ഞാൻ എലി എന്നാണ് വിളിക്കുന്നത്. അവള് കേൾക്കേണ്ടത്. ആണോ? എലിസബത്ത് എന്നാണോ പേര്? എലിസബത്ത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊക്കെ അങ്ങനെയാ. എന്തായാലും പരീക്ഷണത്തിന് നമുക്ക് എലികളെ ആവശ്യമുണ്ട്. ഓക്കെ, അതിനുള്ള സമയം എത്തട്ടെ. എന്തെങ്കിലും പരീക്ഷണം നടത്തിയിട്ടുണ്ടോ എപ്പോഴേലും? അതെ, പരീക്ഷണമായിരുന്നു ഒരു പരീക്ഷണമായിരുന്നു. അത് മാത്രമല്ല, 1 മാസം പ്രായമുള്ള കൊച്ചും അതും ഒരു പരീക്ഷണം. ആദ്യത്തെ പരീക്ഷണം വിജയിച്ചു, സെക്കൻഡ് പിന്നെ സമയമുണ്ടല്ലോ. അപ്പൊ പരീക്ഷണം വൈകും. അതെ, കല്യാണം കഴിഞ്ഞാണോ? അതെ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 1 വർഷം ആവണുള്ളൂ. ശരി, ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോ എന്താ ഒരു ഫീല് തോന്നാറുള്ളത്? അത് എപ്പോഴെങ്കിലും ഓൺ സ്ക്രീൻ വന്ന് ചെയ്യണം എന്ന് തോന്നിയിട്ടേ ഇല്ലേ? ഇല്ലില്ല, തോന്നാറില്ല. ബാക്കിൽ രസം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണോ? എഞ്ചിനീയറിംഗ് അത് കഴിഞ്ഞാണ്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോഗ്രാഫിയിലേക്ക് ഒരു ഭാവി ഉണ്ടായത്. അങ്ങനൊന്നുമില്ല, നിങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആയേ? എഞ്ചിനീയറിംഗ് അല്ല, ഞങ്ങൾ പ്രത്യേകിച്ച് വൈബ് സെറ്റ് ആയതുകൊണ്ട് ആയതെന്ന് തോന്നുന്നു. കാരണം നാട്ടുകാരാണ്, ഒരുമിച്ച് പഠിച്ചതാണ്, പിന്നെ എന്നെ പോലെ തന്നെ ഒരു പണിയില്ലാതെ നടന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചു. അല്ലടാ? അതെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ യൂഷ്വലി ആൾക്കാർ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് വലിയൊരു ബിസിനസ്സോ കുറച്ചുകൂടി വേറെ മേഖലകളിലും വലിയ കാര്യങ്ങൾ ആലോചിക്കുക. ഹൗ കം എഞ്ചിനീയറിംഗ് ആയി കഴിഞ്ഞാൽ നേരെ സോഷ്യൽ മീഡിയയിൽ വന്നത്? എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ഭയങ്കര പാടാ. നമ്മുടെ ഇവിടുത്തെ ഇക്കോസിസ്റ്റം അതിന് പറ്റിയതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ നമുക്കുള്ള വഴി വെട്ടി തെളിക്കണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ പ്രവി? പിന്നെ ഞങ്ങളിപ്പോ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചു. ഇപ്പൊ ഞങ്ങൾക്കൊരു ടോയ് ഷോപ്പ് ഉണ്ട്, ടോയ്പീഡിയ എന്ന് പറഞ്ഞിട്ട്. അതെവിടെയാണ്? അത് ഓൺലൈനാണ്. ഒബ്വിയസ്ലി ഒരു പുതിയൊരു മേഖല. എങ്ങനെയാണ് അതിൽ വന്ന ആ ഒരു ഗ്രോത്ത് പറഞ്ഞുതരൂ, പ്രേക്ഷകരും അറിയട്ടെ. എനിക്ക് തോന്നുന്നു നമ്മള് ആ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു പ്രസരണം കൂടി വന്നത് കൊറോണയുടെ ടൈമിലാണ്. ആളുകൾക്ക് എന്റർടൈൻ ചെയ്യാൻ വേറെ വഴികളില്ലായിരുന്നു. സിനിമയില്ല,
TV ഷോകൾ ഉണ്ടെങ്കിലും അത് ലിമിറ്റഡ് ആയി, കാരണം കൊറോണയുടെ ആ ഒരു പ്രശ്നം കാരണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് എനിക്ക് തോന്നുന്നു അതിൽ ഞങ്ങൾ വിജയിച്ചു. നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. ആ ഒരു കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആയിരിക്കാം M4Techലേക്ക് സ്റ്റക്കായത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബേസിക് ഫണ്ട് സ്വരൂപം എന്ന് പറഞ്ഞാൽ ഞാനും പ്രവീണും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കൽപ്പണിക്ക് പോയായിരുന്നു അല്ലേ? അതെ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കൽപ്പണിക്ക് പോയത്. എനിക്ക് കിട്ടിയ പൈസ ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ കൊടുത്തു. പ്രവീൺ കൽപ്പണി, അതായത് വെക്കേഷന് 2 മാസം ഉണ്ടായിരുന്നു. പ്രവീൺ കൽപ്പണി ചെയ്ത പൈസക്കാണ് ആദ്യത്തെ ക്യാമറയും പിന്നെ വീട്ടിലേക്ക് ഫ്രിഡ്ജും വാങ്ങി അല്ലേ? അങ്ങനെ സത്യം പറഞ്ഞാൽ M4Techന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ പ്രവീൺ അന്ന് വാങ്ങിയ ഒരു 20,000 രൂപയുടെ ഒരു ക്യാമറയാണ്. നിക്കോൺ കൂൾപിക്സ്. യെസ്, അതിനായിരുന്നു തുടക്കം. ഇപ്പൊ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നു. അടിപൊളി. അല്ല, അത് വലിയൊരു ഗ്രോത്ത് ആണ് നിങ്ങൾ ക്യാമറ വാങ്ങലും എഡിറ്റിംഗ് പഠിക്കലും. ബിക്കോസ് യുനോ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിലിപ്പോ നിങ്ങൾ തന്നെയാണ് ഡയറക്ടർ, നിങ്ങൾ തന്നെയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ, സ്ക്രീൻ പ്ലേ, എഡിറ്റർ, റിലീസ്, ഡിസ്ട്രിബ്യൂട്ടർ, എല്ലാം. എന്തൊരു കഴിവുള്ള യൂത്ത് ആണ് ഇപ്പോ. വെരി ഗുഡ്. Thank you. സത്യം പറഞ്ഞ് ഞങ്ങൾ ഫ്ലോറിന്റെ മുകളിലെത്തി. കുഴപ്പമില്ല, എപ്പിസോഡ് എൻ്റെ ആകുമ്പോൾ ജിയോയുടെ വേറൊരു വീഡിയോയുടെ പ്രത്യേകത എന്താ പറയുക? ജിയോയുടെ വീഡിയോയുടെ പ്രത്യേകത പൊളിഞ്ഞാലും ഇടും നന്നായാലും ഇടും. ചില വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് പാളി പോയിട്ടില്ലേ? അതൊക്കെ ഇട്ട് അത് നോബി ചേട്ടൻ നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് അയാളെ ഞാൻ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ മറ്റേ ബോട്ടൊക്കെ ഉണ്ടാക്കി ജിയോ. അത് മാത്രമല്ല, ഇവരുടെ വീഡിയോസ് എന്ന് പറയുന്ന ഒന്നും ചെറിയ കാര്യത്തിലല്ല, എല്ലാം വലിയ സംഭവങ്ങളാണ് ചെയ്യുന്നത്. അതാണ് നമ്മളെ കുറച്ചും കൂടി ഇരുത്തി കാണിപ്പിക്കാൻ തോന്നുന്നൊരു സംഭവം. ഇതൊക്കെ പറഞ്ഞപ്പം നമ്മുടെ അമൃത ടിവിയുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ് 2025 ലഭിച്ചിരുന്നു ഫോർ ബെസ്റ്റ് ടെക്കി പോപ്പുലർ അല്ലേ? എനിക്ക് തോന്നുന്നു ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ടെക് ഇൻഡസ്ട്രിയിൽ യൂട്യൂബിൽ മലയാളത്തിൽ അധികം ആരും ഇല്ലാത്തത് കൊണ്ടും ആവാം ചിലപ്പോൾ എനിക്ക് തന്നതെങ്കിലും ഒരുപാട് സന്തോഷം. അപ്പൊ ഒരു കാര്യം എയർലൈൻ പേര് മാറ്റി വിനയൻ എന്നിട്ടാൽ. അതെ, വിനയൻ എന്നാക്കണം ഇനി. പ്രവീൺ ചേട്ടാ പറ, അവാർഡ് കിട്ടിയപ്പോ എന്നാ തോന്നി? വളരെ സന്തോഷമുണ്ട് അവാർഡ് കിട്ടിയതില്. നല്ല സന്തോഷമുണ്ട്. ഇനി അവാർഡുകൾ കിട്ടണം. സന്തോഷം, ഹാപ്പി, സന്തോഷം. സൂപ്പർ സൂപ്പർ സൂപ്പർ.